പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട തിക്കും തിരക്കിലും അതിൽപ്പെട്ട് യുവതി മരിക്കുന്നു. രേവതി എന്ന യുവതി മരിച്ചതിന് ശേഷം ആ തിക്കിലും തിരക്കിനും കാരണമായത് അല്ലു അർജുൻ ആണെന്ന കേസ് വരുന്നു. അദ്ദേഹം അറസ്റ്റിലാവുന്നു. കഴിഞ്ഞ ദിവസം മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുന്നു, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. അതിന് പിന്നാലെ ഒരു FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അല്ലു അർജുൻ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ അതിൽ നിന്ന് അവിടെ ഒരു അനുകൂല ഉത്തരവ് ഉണ്ടാകുന്നുണ്ട് അല്ലു അർജുന്. പക്ഷേ കോടതിയിൽ ആ ഉത്തരവ് എത്താൻ വൈകുന്നു. അങ്ങനെ ഇന്നലെ ഒരു രാത്രി മുഴുവൻ അല്ലു അർജുൻ ജയിലിൽ കഴിയേണ്ടി വരുന്നു. ഇതാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ പ്രേക്ഷകർക്കും ഇന്നലെ രാത്രി ഒക്കെ അറിഞ്ഞത് ഇതാണ്. ഇനിയിപ്പോൾ എന്താണ് അതിൽ ഇന്നലെ രാത്രിക്ക് ശേഷം എന്ത് സംഭവിച്ചു, നമ്മൾ ഉറങ്ങിയ ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുമായി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും തത്സമയം ചെയ്യുന്നുണ്ട്. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. ചെന്നൈയിലെല്ലാം നന്നായി പോകുന്നുവെന്ന് അറിയുന്നു. അപ്പോൾ ഇന്നലത്തെ ആ ഒരു അറസ്റ്റ്, അതിനുശേഷം കോടതി ജഡ്ജി ഒപ്പിട്ട ഉത്തരവ് എത്താനുള്ള ഒരു താമസം, അല്ലു അർജുൻ ഒരു രാത്രി ജയിലിൽ കഴിയുന്നു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നു അല്ലു അർജുൻ ആയാലും ആരായാലും ഒരേ നിയമമാണ്, പ്രതിഷേധങ്ങൾ കടുത്തു കഴിഞ്ഞാലും എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് അല്ലു അർജുൻ പുറത്തിറങ്ങുമോ? എപ്പോഴായിരിക്കും ഈ ജഡ്ജി ഒപ്പിട്ട ഉത്തരവ് എത്തുക? മറ്റു വിവരങ്ങൾ. പ്രജിൻ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. എന്നാൽ അല്ലു അർജുൻ ഒരു ദിവസം ജയിലിൽ റഹീസിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അല്ലു അർജുൻ ഇന്നലെ ജയിലിൽ കഴിഞ്ഞ കാര്യം, അല്ലു അർജുൻ്റെ ആ വിഷയം തന്നെ ഇന്നലെ രാഷ്ട്രീയമായൊക്കെ മാറിയിട്ടുണ്ട്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് പ്രതികരണങ്ങൾ ഇന്നലെ അവിടെ വന്നതുമാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായതോടുകൂടി തന്നെ പല കോണുകളിൽ നിന്നും ഈ വിഷയം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. കാരണം അതിലിപ്പോ ഈ അല്ലു അർജുൻ എന്ന് പറയുമ്പോൾ മലയാളികൾക്കും ഏറെ ഇഷ്ടമുള്ള താരമാണ്. മല്ലു അർജുൻ എന്നുകൂടെ ഒരു വിളിപ്പേരുള്ള താരമാണ്. അപ്പോൾ റഹീസ് റെഡിയാണ്. റഹീസെ, തുടരാം. തീർച്ചയായിട്ടും അല്ലു അർജുന് ജയിലിൽ കഴിയേണ്ടി വന്നു. ഇന്നലെ ഒരു ദിവസം, ഒരു രാത്രി മുഴുവൻ ചഞ്ചൽഗുഡ ജയിലിൽ കഴിയേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മേഖലയിലെ. അത് ഹൈക്കോടതി ഇന്നലെ തന്നെ, അതായത് തെലങ്കാന ഹൈക്കോടതി ഇന്നലെ അല്ലു അർജുന് ജാമ്യം നൽകുന്നു. ഒരു ദിവസം ഹൈക്കോടതി ഇന്നലെ അല്ലു അർജുന് ജാമ്യം നൽകുന്നു. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് അല്ലു അർജുൻ ആശ്വാസമായി ഈ ജാമ്യവിധി വരുന്നത്. പക്ഷേ നിയമപ്രകാരം ഈ കോടതിയിൽ നിന്ന് ലഭിച്ച ജാമ്യ ഉത്തരവ് അത് അല്ലു അർജുൻ ഉള്ള ജയിലിലേക്ക് എത്തിക്കണം, ചഞ്ചൽഗുഡ ജയിലിലേക്ക് എത്തിക്കണം. ആദ്യഘട്ടത്തിൽ അല്ലു അർജുനെ ഇവർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇരുത്തിയിരുന്നത്. ചഞ്ചൽഗുഡ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജയിലിലേക്ക് മാറ്റിയതിനു ശേഷം അവിടെ നിയമം മാറും. സ്വാഭാവികമായിട്ടും ജയിൽ നിയമം അനുസരിച്ച് കൃത്യസമയത്തിനുള്ളിൽ തന്നെ അല്ലു അർജുൻ്റെ അഭിഭാഷകൻ ഈ ജാമ്യത്തിൻ്റെ പകർപ്പ് ഈ ജയിലിൽ എത്തിക്കണം. പക്ഷേ അത് അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞില്ല. അത് ചില ടെക്നിക്കൽ എററുകളാണ്. കോടതിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും ചില വിധികളൊക്കെ ഇങ്ങനെ പുറപ്പെട്ട് വരാനായി അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും അഭിഭാഷകരുടെ കയ്യിൽ ലഭിക്കാനുമൊക്കെ ചില കാലതാമസം എടുക്കും. ചില കേസുകളിലൊക്കെ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്ക് നമ്മൾ കാണുന്നതാണ്, അന്ന് ജാമ്യം ലഭിച്ചാലും പിറ്റേന്നാണ് അവർ പുറത്തിറങ്ങുന്നത്. അത് തന്നെയാണ് അല്ലു അർജുൻ്റെ കാര്യത്തിലും ഉണ്ടായത്. പക്ഷേ അല്ലു അർജുൻ ചെയ്ത കുറ്റത്തിൻ്റെ തോത്, അല്ലെങ്കിൽ അദ്ദേഹം അത് എങ്ങനെ ചെയ്തു, ഒരു ബോധപ്രകാരം ഒരു മനഃപൂർവ്വം ചെയ്ത ഒരു കുറ്റമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കേസ് ഏറ്റവും പ്രധാനമാകുന്നത്. കോടതി നിരീക്ഷിച്ചും അത് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു നടനാണ്. ആ നടന് തൻ്റെ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരാൻ മറ്റാരെ പോലും തന്നെ അവകാശമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു തൻ്റെ അവകാശം നടപ്പിലാക്കിയതിൽ തൻ്റെ റൈറ്റുമായി മുന്നോട്ട് പോയതുമായി ബന്ധപ്പെട്ടാണ് അല്ലു അർജുൻ ഈ വാദങ്ങളൊക്കെ നിരത്തുന്നത്. അതിലൊരു വശത്ത് ഒരു ന്യായവുമുണ്ട്, കഴമ്പുമുണ്ട്. എന്തായാലും മറുഭാഗം ഒപ്പം തന്നെ ഇപ്പോൾ രേവന്ത് റെഡ്ഡി തന്നെ ചോദിക്കുന്നത് നടനായാൽ നിയമം മാറില്ലല്ലോ എന്നുള്ളതാണ്. കാരണം അല്ലു അർജുനോട് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങരുത്, അതൊരു പ്രശ്നമായി മാറും എന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ അത് കേൾക്കാതെ അല്ലു അർജുൻ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു, ആരാധകരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. അതൊരു വലിയ പ്രശ്നമായി മാറുന്നു. അങ്ങനെയാണ് ഒരു അപകടം അവിടെ ഉണ്ടാകുകയും ഒരു സ്ത്രീ മരിക്കുകയും 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെ 6 മണി മുതൽ, ഏതാണ്ട് നമ്മൾ ഈ സംസാരിക്കുന്ന സമയം മുതൽ ഏത് സമയത്തും അല്ലു അർജുൻ പുറത്തിറങ്ങാം. കാരണം ഈ ഒരു പേപ്പർ സാങ്കേതികമായി ജയിൽ സൂപ്രണ്ടിൻ്റെ കയ്യിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തിൽ ബാക്കിയുള്ളത്. അതുകൊണ്ട് ഏത് സമയവും ഈ പേപ്പർ അവിടേക്ക് എത്തിച്ചുകൊണ്ട് ഇവരെ പുറത്തിറക്കാൻ, അല്ലു അർജുനെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് അറിയുന്നത്. രാവിലെ തന്നെ അല്ലു അർജുൻ്റെ കുടുംബാംഗങ്ങൾ പലരും ഇപ്പോൾ ജയിലിന് മുന്നിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഒരു ദിവസം നമ്മുടെ അല്ലു അർജുൻ അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന, പ്രജിൻ. ശരി റഹീസ്.